സോഷ്യോളജീൻ്റെ അകത്ത് ഏറ്റവും എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് നാച്ചുറൽ സോഷ്യോളജി എന്ന് പറയുന്നത്. ഇതൊരു 3 മാർക്കിനെങ്ങാനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കുറച്ച് പോയിന്റ്സ് വെച്ചിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്ന ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഇതിനകത്തുള്ള ഈ പോയിന്റ്സും അതേപോലെ തന്നെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷന് മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയാവും. സോഷ്യോളജി എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റായിട്ട് പറയുന്നത് സോഷ്യോളജി ഒരു ഇൻഡിപെൻഡൻറ്റ് സയൻസ് ആണ്. അതായത് സോഷ്യോളജി വേറൊരു സാധനത്തിൻ്റെയും ബ്രാഞ്ച് അല്ല, പകരം ഇതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സയൻസ് ആണ്. അതിന് അതിൻ്റേതായ രീതിയിലുള്ള ഫീൽഡ് ഓഫ് സ്റ്റഡി ഉണ്ട്, അതേപോലെ തന്നെ മെത്തേഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റേതായ രീതിയിലുള്ള ബൗണ്ടറീസും, അതേപോലെ തന്നെ ബാക്കിയുള്ള സയൻറ്റിഫിക് ഡിസിപ്ലിൻ തമ്മിൽ അത് വ്യത്യാസമുണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ സോഷ്യോളജി ഈസ് എ സോഷ്യൽ സയൻസ് നോട്ട് എ ഫിസിക്കൽ സയൻസ്. അപ്പോൾ ഈ സോഷ്യോളജി എന്ന് പറയുന്നത് എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? സോഷ്യൽ സയൻസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, അല്ലെങ്കിൽ എന്താണ് ഫിസിക്കൽ സയൻസിൻ്റെ അണ്ടറിൽ വരുന്നതല്ല. ഇത് എന്തിനെ പറ്റിയിട്ടാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക വെച്ചാൽ ഹ്യൂമൻസിൻ്റെ ബിഹേവിയറിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ അവരുടെ സോഷ്യൽ ലൈഫിനെ പറ്റിയിട്ടും ഡിഫൈൻ ചെയ്തതിനാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിനാണ് എന്ത് പറയുന്നത്, സോഷ്യോളജി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫിസിക്കൽ സയൻസ് വെച്ചിട്ട് എക്സാമ്പിൾസ് പറയുന്നത് എന്താണ്, ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെയാണ് എന്ത് ഫിസിക്കൽ സയൻസിൻ്റെ എക്സാമ്പിൾ. അതേപോലെ തന്നെ ഇതുകൊണ്ടാണ് ഈ ഒരു ഫിസിക്കൽ സയൻസിൽ നിന്ന് ഇതിന് ഡിഫറൻസ് വരുന്നത്. അതായത് ഹ്യൂമൻ ബിഹേവിയർ സോഷ്യൽ ലൈഫുമാണ് സോഷ്യോളജി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമതായി വരുന്നത് സോഷ്യോളജി ഈസ് കാറ്റഗോറിക്കൽ നോട്ട് എ നോർമറ്റീവ് ഡിസിപ്ലിൻ. അപ്പോൾ ഈ സോഷ്യോളജി എന്ന് പറയുന്ന സാധനത്തിനകത്ത് നമ്മൾ എന്താണ് കോംപ്രിഹെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് പഠിക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ മൊത്തം ഫോക്കസ് ലൈ ചെയ്യുന്നത് എന്താണ്, ഈ കോംപ്രിഹെൻഷനിലാണ്. അതേപോലെ തന്നെ എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് പകരമല്ല, പകരം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറ്റി പഠിക്കുന്നതാണ് എന്ത് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ്. ഇനി അടുത്ത സോഷ്യോളജി ഈസ് എ പ്യുവർ സയൻസ് നോട്ട് ആൻ അപ്ലൈഡ് സയൻസ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ് പ്യുവറായിട്ട് തിയറട്ടിക്കലായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. പകരം എന്തല്ല, നമുക്ക് ആ ഒരു തിയറട്ടിക്കലായിട്ട് പഠിച്ച കാര്യം നമുക്ക് എപ്പോഴും സൊസൈറ്റിയിൽ അപ്ലിക്കബിൾ ആവുന്നില്ല കാര്യം നമുക്ക് ഉറപ്പില്ല. അതേപോലെ തന്നെ അങ്ങനെ ചെയ്യാറുമില്ല. അതേപോലെ തന്നെ ഇതെന്തിനു വേണ്ടിയിട്ടാണ്, പ്രൈമറി ഒബ്ജക്റ്റീവ് എന്തിനു വേണ്ടി വെച്ചാൽ നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്, സൊസൈറ്റിനെ പറ്റിയിട്ടുള്ള നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാറില്ല, അപ്ലൈ ചെയ്യാറുമില്ല. ഇനി അടുത്ത അഞ്ചാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ സോഷ്യോളജി ഈസ് ആൻ അബ്സ്ട്രാക്ട് നോട്ട് എ കോൺക്രീറ്റ് സയൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ജനറൽ പാറ്റേൺസും അതേപോലെ തന്നെ സോഷ്യൽ ഫിനോമിനാസിൻ്റെ ഫോംസ് ഒക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക ഇത് പഠിക്കുന്നത്. അല്ലാണ്ട് എന്തല്ല ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയ സൊസൈറ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയ പ്രശ്നത്തിനെ പറ്റിയിട്ട് പഠിക്കുന്നതല്ല എന്ത് സോഷ്യോളജി. മൊത്തത്തിൽ ജനറലായിട്ട് ഒരു ഫാമിലി എന്ന് പറയുന്നത് എന്തെല്ലാം ടൈപ്സ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനാണ് എന്ത് പറയും സോഷ്യോളജി എന്ന് പറയുന്നത്. ഇനി സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു ജനറലൈസിങ് ആണ്, മൊത്തത്തിലുള്ള കാര്യമാണ് ഇതിനകത്ത് കണ്ടുപിടിക്കുന്നത്. അല്ലാണ്ട് എന്താണ് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സാധനത്തിനല്ല എന്ത് ഇതിനകത്ത് കണ്ടുപിടിക്കുന്നത്, അത് പഠിക്കുന്നത്. അതേപോലെ തന്നെ ഫോർമുലേറ്റ് ജനറൽ പ്രിൻസിപ്പിൾസ്, അതായത് ഹ്യൂമൻസിൻ്റെ ഇൻട്രാക്ഷനെ പറ്റിയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഇത് കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്റ്റൻസസ് അല്ല എന്ത് ചെയ്തത് ഇത് ശരിക്കും പഠിക്കുന്നത്. ഇനി സോഷ്യോളജി എന്ന് പറയുന്നത് ജനറലാണ്, അതേപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ സോഷ്യൽ സയൻസ് അല്ല, അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സോഷ്യൽ സയൻസ് അല്ല, പകരം എന്താണ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ്. അത് ഹ്യൂമൻ ഇൻട്രാക്ഷൻസിനെ പറ്റിയിട്ട്. അതേപോലെ തന്നെ ഈ എക്കണോമിക്സും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസിൽ എന്തിനു പഠിക്കുന്നത്, എക്കണോമിക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികത്തിനെ പറ്റിയിട്ട് കാര്യങ്ങൾ പഠിക്കുന്നതും പൊളിറ്റിക്കൽ സയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് പഠിക്കുന്നതാണ്. പക്ഷെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ പഠിക്കുന്നതിനാണ് എന്ത് പറയുക ഈ സോഷ്യോളജിനകത്ത് നമുക്ക് എന്താണ് ഈ സൊസൈറ്റി വെച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് പഠിക്കും, നമ്മുടെ സോഷ്യോളജിനകത്ത് പഠിക്കും. പിന്നെ അതേപോലെ തന്നെ സോഷ്യോളജി എന്ന് പറയുന്നത് റാഷണലും ആണ്, അതേപോലെ തന്നെ എന്താണ് ഒരു എംപിരിക്കൽ ആയിട്ടുള്ള സയൻസ് ആണ്. അതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്സർവേഷനും എക്സ്പെരിമെൻറ്റേഷനും അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യും, അത് രണ്ടും കൂടിയിട്ടാണ് ഇവരെന്തല്ലേ നോക്കുന്നതല്ലേ. അതേപോലെ തന്നെ ഇത് എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ലോജിക്കൽ റീസണിങ് അതേപോലെ തന്നെ തിയറീസ് ഓഫ് റാഷണലിസം കാര്യങ്ങളൊക്കെയാണ് എന്തല്ലേ നോളജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യുന്നത്.